ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ സില്ലി ലോഗ്സ്. ഇന്ന് നമുക്കൊരു ടേസ്റ്റി ക്രീമി ചിക്കൻ മഷ്റൂം റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 400 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ്, 400 ഗ്രാം മഷ്റൂം, പിന്നെ ഒരു വലിയ സവാള, 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും വേണം. ഇതൊരു 3-4 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ആദ്യമേ നമുക്ക് ചിക്കൻ വറുത്തെടുക്കണം, പിന്നെ മഷ്റൂം സോട്ട് ചെയ്യണം, പിന്നെ അതിനുവേണ്ടി ഒരു സോസ് ഉണ്ടാക്കണം, പിന്നെ അവസാനം നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ആദ്യമേ നമ്മുടെ ചിക്കൻ വറുക്കുന്നതിനായിട്ട് ചിക്കൻ ബ്രസ്റ്റ് അരിഞ്ഞത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. ഇത് നമുക്ക് കുറേ നേരം വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഉടനെ അത് വറുത്തെടുക്കാവുന്നതാണ്. വറുത്തെടുക്കുന്നതിനായിട്ട് നമുക്കൊരു പാൻ എടുത്ത് ചൂടായി ശേഷം ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തേക്കുന്ന ചിക്കന് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഓരോന്നായിട്ട് വറുത്ത് നമുക്ക് എടുക്കാം. വറുക്കണമെന്ന് പറയുമ്പോൾ ഒത്തിരി വറുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ട്, അതായത് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഒരു 2-3 മിനിറ്റ് മാക്സിമം ഒരു സൈഡ് വറുത്താൽ മതി. നമുക്ക് എനിവേ നമ്മളിത് ഓവനിൽ വെച്ച് നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ട്. സോ ഒരു 2-3 മിനിറ്റ് മാക്സിമം മതി. 2 സൈഡും അതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. സാധാരണ ഈ ചിക്കൻ ബ്രസ്റ്റിൽ വലിയ ടേസ്റ്റുള്ള സാധനമല്ല, വൈറ്റ് മീറ്റ് ആയതുകൊണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒത്തിരി ടേസ്റ്റിയാണ്. നമ്മുടെ ചിക്കൻ ഒന്ന് വറുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി ഒരു ഓവൻ സേഫായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരു അലുമിനിയം ഫോയിലാണെങ്കിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളത് മാറ്റിയതിന് ശേഷം അടുത്തത് നമുക്ക് മഷ്റൂം ഈ പാത്രത്തിൽ തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം, സോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഇതിലോട്ട് ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഗാർലിക്, അതായത് വെളുത്തുള്ളി, നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ചെറിയ ബ്രൗൺ കളർ വരുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്തതിന് ശേഷം, ഗാർലിക് മൂത്തതിന് ശേഷം നമുക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് ഡൈസായിട്ട് അരിഞ്ഞേക്കുന്ന സവാള മൂപ്പിക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് മൂപ്പിക്കാവുന്നതാണ്. ഇത് കുറേ മൂക്കേണ്ട കാര്യമില്ല, ഒന്ന് വാടിക്കിട്ടിയാൽ മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി. ബ്രൗൺ കളർ ഷെയ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടിയുടെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മഷ്റൂം അതിലോട്ട് ആഡ് ചെയ്യാം. മഷ്റൂം ഒരു സ്ലൈസ് ചെയ്തേക്കെയാണ്. അത് നമുക്കൊന്ന് അടച്ച് വെച്ച്, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അഡീഷണൽ വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട, നമ്മുടെ മഷ്റൂമിൽ നിന്ന് തന്നെ നല്ലവണ്ണം വെള്ളം ഇറങ്ങിക്കോളും. ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ അതിൽ നിന്ന് ഒത്തിരി വെള്ളം ഇറങ്ങുന്നുണ്ടാവും. പിന്നെ നമുക്ക് അത് മതി. അതിനെ അതൊന്ന് വറ്റിച്ചെടുക്കണം. പിന്നെ ഈ വറ്റിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ സമയത്ത് നമ്മുടെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഒരു 350 ഡിഗ്രിയിലത്തേക്കിന് വേണം നമുക്കൊന്ന് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാൻ. അത് നമ്മൾ സോസ് എല്ലാം ഉണ്ടാക്കി വരുമ്പോഴേക്കും നമ്മുടെ ഓവൻ 350 ഡിഗ്രി ആയിക്കോളും. നമ്മൾ സോസ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാത്രം എടുത്ത് ചൂടായതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇടാം. പിന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിക്കാം. നിങ്ങൾക്കറിയാലോ, അതിപ്പം ബട്ടർ കരിയത്തില്ല. എന്നിട്ട് നമ്മുടെ ബട്ടർ ഒന്ന് ഉരുകാൻ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഉരുകിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് പൊടി നമുക്ക് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി, ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ മറക്കരുത്. ഇളക്കി മൂത്തൊരു സ്ലൈറ്റ്ലി ബ്രൗൺ കളർ വരും. അപ്പോഴേക്കും നമുക്ക് 1 ടീസ്പൂൺ കോൺസ്റ്റാർച്ച് പൊടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. 2 പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി അവസാനം നല്ലവണ്ണം കുറുകി വരും. നമ്മുടെ കോൺസ്റ്റാർച്ച് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് 1.5 കപ്പോളം ചിക്കൻ ബ്രോത്ത് അതിലോട്ട് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി,
പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടൊന്ന് ഇളക്കാം. ഇളക്കി ഒന്ന് ഈ സോസ് ഒന്ന് കുറുകി വരും, നല്ലവണ്ണം കട്ടിയായിട്ട് കുറുകി വരും. ഒത്തിരി അങ്ങ് കട്ടിയാക്കരുത്, നിങ്ങൾ അതിന് ഇളക്കാനും മറക്കരുത്, ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ നാരങ്ങ നീരും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് ഇത് നമ്മൾ മീഡിയം ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ. നമ്മുടെ സോസ് ഒന്ന് കുറുകി ആകുമ്പോഴേക്കും ലോ ഫ്ലെയിമിലോട്ട് തീ ഇട്ടതിന് ശേഷം നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് ഹെവി ക്രീം നമുക്കിതിലോട്ട് ഒഴിക്കാം. ഹെവി ക്രീം ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഒത്തിരി കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ സോസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ തീ ഓഫ് ചെയ്യാം. നമ്മുടെ സോസും അപ്പോഴത്തേക്കിന് ആയിട്ടുണ്ട്. ഈ ടൈമിലാകുമ്പോഴേക്കും നമ്മുടെ മഷ്റൂം ആണെങ്കിൽ നമ്മൾ വെള്ളം വറ്റാൻ വേണ്ടി വെച്ചിരുന്ന മഷ്റൂമും ഇപ്പം പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി, അതായത് ചിക്കനും മഷ്റൂമും സോസും കൂടി ലെയറായിട്ട് നമുക്ക് ഓവൻ സേഫായിട്ടുള്ള പാത്രത്തിൽ ആക്കി വെക്കണം. ആദ്യമേ ചിക്കൻ നിരത്തി പിന്നെ മഷ്റൂം അതിൻ്റെ മുകളിൽ ലെയറായിട്ട് നിരത്തി വയ്ക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ സോസും അതിലോട്ട് ഒഴിക്കാവുന്നതാണ്. ഒരു ചെറിയ കുഴിഞ്ഞ പാത്രമാവും നല്ലത്. ഈവൻ അലൂമിനിയം ഫോയിൽ ട്രേ ആണെങ്കിലും നമുക്ക് ഒന്ന് കുഴിഞ്ഞതാവും നല്ലത്. അപ്പം നമ്മുടെ സോസിൽ നമ്മുടെ ചിക്കനും മഷ്റൂമും ഒക്കെ മുങ്ങിക്കിടക്കും. ഇനി ഇതൊന്നും നമുക്ക് നല്ലോണം ടൈറ്റായിട്ട് അടച്ച് വെക്കണം. ഇവിടെ ഞാനിപ്പോൾ അലൂമിനിയം ഫോയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഓവൻ സേഫ് ആയിട്ടുള്ള അടപ്പുണ്ടെങ്കിൽ അതാണെങ്കിലും മതി. അത് നമുക്കിനി അടച്ച് ഓവനിൽ ഒരു 350 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ വെക്കണം. ഇത് ഇച്ചിരി ലോങ് ഒരു പ്രോസസ്സ് ആണെങ്കിൽ അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ നിങ്ങൾ എന്തായാലും വീണ്ടും ഇതൊന്ന് ട്രൈ ചെയ്യും. ഇത് നമ്മുടെ പ്ലെയിൻ ബസ്മതി റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലോണം ചേർന്ന് പോകുന്നൊരു കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ കമൻറ്റ് ചെയ്യണം. താങ്ക് യു.